ഹായ്, അഭിലാഷ് ഷട്ടയാണ്. ഞങ്ങളുടെ അലിയേട്ടൻ്റെ പെണ്ണ ആൻസിയുടെ പ്രൊഡ്യൂസറും അതിലുപരി പുതിയ ഒരു വർക്കിൻ്റെ പ്രൊഡ്യൂസറുമായ ശ്രീമതി മിസ്സിസ് നിഷ അവർകൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തിരക്കാണ്. കാരണം ഇപ്പോൾ 2 ദിവസത്തെ ഉള്ളിൽ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തു. അമേരിക്ക, ലണ്ടൻ, ചൈന, നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹം ആ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നിരിക്കുകയാണ്. കണ്ടോ, 10,000 രൂപയുടെ ജ്യൂസ്. ഇത് കേരളത്തിൽ ഒരു ഹോട്ടലിൽ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ, 10,000 രൂപയുടെ ജ്യൂസ്. അപ്പോൾ ഇത് വാങ്ങിത്തരാൻ അദ്ദേഹം കാണിച്ചൊരു മനസ്സ്, ആ ഒരു മനസ്സിൻ്റെ പിക്ചർ. അപ്പം നിങ്ങൾക്ക് ആ സിനിമാ താരത്തെ ഒന്ന് കാണാം. ആരും ഞെട്ടരുത്, ഇപ്പോൾ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് മേഡം. ഹായ് മേഡം. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 10,000 രൂപയുടെ ജ്യൂസ് വാങ്ങി തന്നത്? എന്തുകൊണ്ടാണ്? കണ്ടോ, കാരണം ഇദ്ദേഹം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ പോയ വിമാനത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഈ മാഡം ഇങ്ങനെ കൈ വീശി കാണിച്ചു. കാരണം അങ്ങോട്ട് പോയപ്പോൾ അത് കഴിഞ്ഞ് ഒരു സ്ഥലങ്ങളിൽ വെച്ച് കാണുകയുണ്ടായി. ഞാൻ ആ തെങ്ങിൻ്റെ മുകളിലിരുന്ന് ഒരു കരിക്ക് പറിക്കുന്ന സമയത്ത് കരിക്ക് പറിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ തൊട്ട് മുകളിൽ കൂടെ വിമാനം ഇങ്ങനെ പോയത്. ആ കരിക്കും ഈ മാഡം തട്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ കണ്ടത്, ഞാൻ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ താണ് വന്ന് ഒരു പരൽ മീനിനെ ഇവർ കൊത്തിയെടുത്തുകൊണ്ട് പോയി. വളരെ സന്തോഷം മേഡം കാണാൻ സാധിച്ചതിന്. അപ്പോൾ 10,000 രൂപയുടെ ജ്യൂസ്. മേഡം എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ പ്രോജക്റ്റ് ഇന്ത്യൻ 3 മേഡം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ? ഓ അല്ല, മഹാനായ അലിൻ ജോസ് പെരേരയെ നായകനാക്കി ഇന്ത്യൻ 3 ചെയ്യുന്നുണ്ടെന്നൊരു വാർത്ത ചിത്രഭൂമിയിൽ ഞാൻ വായിച്ചിരുന്നു. സത്യമാണോ? ഓ പിന്നെ ഇന്ത്യൻ സിനിമയുടെ കമലഹാസൻ എന്നറിയപ്പെടുന്ന ശ്രീ ബ്രൈറ്റ് സാറിനെ വെച്ചെന്തോ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഓക്കെ മേഡം, കണ്ടേ സന്തോഷം. അപ്പോൾ 10,000 രൂപയുടെ ജ്യൂസ് ഞങ്ങൾ മറക്കില്ല. താങ്ക് യു.